ഹലോ ഗായ്സ്, അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൽ കുറേ ആൾക്കാരും വിശ്വസിച്ച് മൊബൈൽ സർവീസിന് എവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം പല സമയത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഡിസ്പ്ലേ കേടായി, അല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും ഒരു വൈറസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഫോൺ എവിടെ കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഈ കാര്യത്തിൽ ഭയങ്കര ഒരു പേടിയുള്ള ഒരു കാര്യമാണ്. ഹായ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മടിവാളാണ്, മാരുതി നഗറിൽ. ദ ഫിക്സ് ആപ്പിൾ എക്സ്പേർട്ട് എന്ന് പറയുന്ന ആപ്പിൾ മാത്രമല്ല എല്ലാ ഫോണും ചെയ്യുന്നുണ്ട്. ആപ്പിളാണ് നമ്മൾ കോൺസെൻട്രേറ്റ്. ഓക്കെ. ഇപ്പൊ ഈ മടിവാള സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി? നമ്മൾ മടിവാള 2 വർഷമായി. SG പാളയായിരുന്നു മുമ്പ്. അവിടെ നമ്മൾ 2016 തൊട്ട് അവിടെ ഉണ്ട്. പിന്നെ BTM നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഇപ്പൊ ഇതുണ്ട്. SG പാളത്തെ നമ്മൾ ഒഴിവാക്കി ഇപ്പൊ ഈ 2 സ്റ്റോറാണുള്ളത് അല്ലേ? അപ്പം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മൊബൈൽ സർവീസ് ചെയ്യുക, ഇനിയിപ്പോ മൊബൈൽ മാത്രമാണോ അല്ലെങ്കിൽ മാക്ബുക്ക് ഒക്കെ? മാക്ബുക്കും ഉണ്ട്, ലാപ്ടോപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഒരുവിധ ആൾക്കാർക്കും വരുന്നൊരു പ്രശ്നമാണ് ഈ ലാപ്ടോപ്പിന്റെ ഒരു കംപ്ലൈന്റ് ഒക്കെ. കാരണം ഇവിടെ ഒരുപാട് IT കാരുള്ളതുകൊണ്ട് തന്നെ ബാറ്ററി കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആവുക, അതിനൊക്കെ പറ്റിയ നല്ലൊരു സർവീസ് സെൻറ്റർ എവിടെയാണെന്ന് ചോദിക്കാനുള്ളത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവരുടെ ദ ഫിക്സ് ആപ്പിൾ എക്സ്പേർട്ടിൽ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും 2-3 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് ഒന്നിനും സമയമില്ല, ഒന്ന് പുറത്തു പോയി സാധനം വാങ്ങാൻ പോലുള്ള ടൈമില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഫോണിനൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നേരെ അത് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഇങ്ങനൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, എന്താണെന്നൊന്ന് സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ ദ ഫിക്സ് നൽകുന്നുണ്ട്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ജാബിർ. ഹായ്. എന്താ ബ്രോൻ്റെ പേര്? എല്ലാവരും നാട്ടിലെവിടാ? നാട്ടിലെല്ലാവരും മലപ്പുറമാണ്. എല്ലാവരും മലപ്പുറം. അപ്പോൾ മലപ്പുറത്ത് ഭയങ്കര ടെക്കീസ് ഉള്ളൊരു നാടാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആയി എന്ന് പറയാം. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. കാരണം നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു സർവീസ്, കാരണം ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് ഏത് സ്റ്റോറിൽ പോകണം, ലാപ്ടോപ്പ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോൺ കംപ്ലൈൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പോകണം എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്കത് ആദ്യം തന്നെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അവരോട് അവിടെ തന്നെ ചെക്ക് ചെയ്തിട്ട് മാക്സിമം നമുക്ക് അവർക്ക് തന്നെ ഒരു കൊട്ടേഷനും കാര്യങ്ങളും എത്രയും നമുക്ക് ഇവിടെ തന്നെ പറയാൻ കഴിയും. ഓക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് സ്ട്രിപ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ബാറ്ററി അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അപ്പം തന്നെ ലൈവായിട്ട് സ്പോട്ടിൽ തന്നെ സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അത് മറ്റൊരു വലിയൊരു കാര്യമാണ്. കാരണം ചില ആളുകൾക്ക് അവരെ ഫോണ് അവർ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സർവീസ് ചെയ്യണം. കാരണം മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിശ്വാസക്കുറവ് പലർക്കും പല രീതിയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സ്പോട്ടായിട്ട് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് അത് നോക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവരിവിടെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 5 കിലോമീറ്ററിനകത്ത് പരിധിയിലാണ് നമ്മൾ ഡെലിവറി ചെയ്യും. ബാക്കി നമ്മൾ കൊറിയർ സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ്. ഇവിടെ അപ്പോൾ അതിന് പല ആപ്പുകളുണ്ട്, ഡെൻസോ പോലത്തെ പല ആപ്പുകളുണ്ട്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഇപ്പോൾ നിങ്ങളൊരു മടിവാള, മാരുതി നഗർ, SG പാളയ, ഈ എന്താ പറയുക BTM, കോറമംഗള, ഇങ്ങനെയുള്ള ഒരു ബന്നാർഘട്ട റോഡ്, ഈ ഒരു ഏരിയയിലുള്ള ഒരാളാണെങ്കിൽ ഇവരെ ഡെലിവറിയും ചെയ്തത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണോ, ഇനിയിപ്പോൾ അതൊരു ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ മാക്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇവരത് നിങ്ങൾക്ക് സർവീസ് ചെയ്തിട്ടാണ്. സർവീസിങ് മാത്രമാണ് മെയിൻ. സർവീസാണ് മെയിൻ. പിന്നെ യൂസ്ഡ് ഫോൺസും ചെയ്യുന്നുണ്ട്. അത് ആപ്പിൾ ഡിവൈസ് മാത്രം, ആൻഡ്രോയിഡ് ചെയ്യുന്നില്ല. ആപ്പിൾ ഡിവൈസ് മാത്രം. നമുക്ക് അബ്രോഡ് ഡിവൈസ് ആണെങ്കിൽ പുറത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ്സ് നമ്മൾ ഒരു വിധം നമ്മൾ അബ്രോഡ് ഡിവൈസ് നിങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ കയ്യിൽ സെക്കൻഡ്സ് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഉണ്ടാവും. ഹോൾസെയിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഫോൺ വരുന്ന സ്റ്റോക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ആവും. അധികം നിൽക്കില്ല. പെട്ടെന്ന് നമ്മൾ ഡീലേഴ്സിന് നമ്മൾ സെയിൽ ചെയ്ത് വിടും. ബാക്കിയുള്ളത് ഇവിടെ ഉണ്ടാവും, കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സെക്കൻഡ്സ് ഫോൺസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കസ്റ്റമേഴ്സിന് അറിയാൻ എന്താ വഴി? നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ റീപ്ലൈ കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെ ഇൻസ്റ്റാ ലിങ്കും അതേപോലെ തന്നെ വാട്സപ്പ് കോൺടാക്ട് നമ്പറും എല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഇവിടെ ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് റേറ്റ് കുറവാണെന്ന് കൂടി അറിയാൻ പറ്റും. റേറ്റ് എന്തായാലും നമുക്ക് കുറവേക്കണം. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഹോൾസെയിലായിട്ടാണ് സർവീസ് കൊടുക്കുന്നത്. ഷോപ്പുകളാണ് നമ്മളെ മെയിൻ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർക്കുള്ള ഒരു രീതിയിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ട് അത്യാവശ്യം കൊടുക്കുന്നത്. അപ്പോൾ ആ റേറ്റിൽ നമുക്ക് കസ്റ്റമർക്കും ചെയ്യാൻ പറ്റും. എന്തായാലും കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത് വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഒരു എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ള മനസ്സിലാവും. എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോണിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മിണ്ടാണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ചുമ്മാ അത് വെറുതെ കളയണ്ട. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ലാപ്ടോപ്പിനൊക്കെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കും, പിന്നെ തിരിഞ്ഞു നോക്കില്ല, പിന്നെ പുതിയ ലാപ്ടോപ്പ് വാങ്ങില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്സ് അല്ലെങ്കിൽ മാക്ബുക്ക്, ഫോൺ, ആൻഡ്രോയിഡ്, ഐഫോണൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അത് വേഗം റിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്, ദ ഫിക്സ് ആപ്പിൾ എക്സ്പേർട്ട്. താങ്ക് യു.